ഈ സമ്മറിൽ എനിക്ക് ആകെ ഇഷ്ടമുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയോ, നല്ല പഴുത്ത മാംഗോസ് ഇങ്ങനെ കഴിക്കുന്നത്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നേ, അതായത് ബെസ്റ്റ് സമ്മർ മോയ്സ്ചറൈസറിന്റെ വീഡിയോ വേണമെന്ന് ചോദിച്ചിട്ട് അതിലൊരു 91% ആൾക്കാരും വേണമെന്ന് പറഞ്ഞ. ഈ സമ്മർ മോയ്സ്ചറൈസറിനെ കുറിച്ച് എനിക്ക് സംസാരിക്കാനുള്ള ഒരു ഐഡിയ എങ്ങനെ വന്നതെന്ന് വെച്ചാൽ, ഞാൻ പുറത്ത് പോകുമ്പോൾ ഈ സ്കിൻ കെയർ ഇട്ട് പുറത്ത് പോകുമ്പോൾ കുറച്ച് അധികം വരയ്ക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ സ്കിൻ കെയർ ഇങ്ങനെ മാറ്റി മറിച്ചൊക്കെ ഇട്ട് നോക്കിയപ്പോൾ കുറച്ചിങ്ങനെ മാനേജ് ആവുന്നുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി, അതായത് ഇപ്പൊ നമ്മൾ സമ്മറിൽ ഡ്രസ്സ് കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ചൂസ് ചെയ്യില്ലേ, അതായത് കോട്ടൺ ഡ്രസ്സസ്, ലൈറ്റ് കളർ ഡ്രസ്സസ്, അതുപോലെ തന്നെ സ്കിൻ കെയറും കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ചൂസ് ചെയ്താൽ ആ അധികമുള്ള ആ ഒരു വിയർപ്പും ചൂടും അതൊന്നും അങ്ങ് ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെ എനിക്ക് തോന്നിയ കുറച്ച് സമ്മർ മോയ്സ്ചറൈസർ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് വൺ ഫോക്സ്റ്റൈലിന്റെ ഈ ഒരു മോയ്സ്ചറൈസർ, ഇത് നല്ല ലൈറ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ്. മാത്രമല്ല എല്ലാ സ്കിൻ ടൈപ്പിനും മാച്ച് ആണ്. ഇതിൽ നയാസിനമൈഡ് ഉണ്ടായത് കൊണ്ടാണെന്ന് തോന്നുന്നു സ്കിന്നിനെ കുറച്ചുകൂടി ഇങ്ങനെ ബ്രൈറ്റ് ആക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ മൈ ഓൾ ടൈം ഫേവറേറ്റ്, ഇത് ഞാൻ എന്റെ കോണ്ടന്റ് ക്രിയേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് തൊട്ട് പറയാൻ തുടങ്ങിയ ഒരു മോയ്സ്ചറൈസർ ആണ്. ഇതൊരു ഫാർമസി പ്രൊഡക്റ്റ് ആണ്, എമുലിന്റെ ഈ ഒരു മോയ്സ്ചറൈസർ. അയ്യോ, ഇത് നല്ല ലൈറ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്, എന്നാൽ ഇത് നമുക്ക് നല്ല പോലെ ഹൈഡ്രേഷനും തരും. എനിക്ക് തോന്നുന്നു എല്ലാ സ്കിൻ ടൈപ്പിനും ഇത് മാച്ച് ആണ്. എന്നാലും ഓയിലി സ്കിന്നുകാർ ഇതങ്ങ് എടുത്തോ, കാരണം ഓയിലി സ്കിന്നുകാർക്ക് ഹൈഡ്രേഷൻ വേണമെന്നാ ഒരു സ്കിന്നിന് ഇങ്ങനെ ബളുബിളും ആക്കാനും പാടില്ല, അതൊരു ഓയിലി സംഭവം തരാനും പാടില്ല. അങ്ങനത്തെ ഒരു കിടില മോയ്സ്ചറൈസർ ആണത്. പിന്നെ പ്ലമ്മിന്റെ ഈ ഒരു മോയ്സ്ചറൈസർ, അയ്യോ ഇത് നല്ല ലൈറ്റ് കൺസിസ്റ്റൻസിയുള്ള എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്ന ഒരു കിടില മോയ്സ്ചറൈസർ ആണ്. ആൻഡ് സ്കിന്നിനെ കുറച്ച് ബ്രൈറ്റ് ആക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇതിന്റെ ക്വാണ്ടിറ്റിയിൽ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. അതായത് പ്രൈസ് ഒക്കെ ഏകദേശം എല്ലാ മോയ്സ്ചറൈസറിനും പോലെ സെയിം ആണെങ്കിലും ക്വാണ്ടിറ്റി 50 ഗ്രാമേ വരുന്നുള്ളൂ. ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. നെക്സ്റ്റ് വൺ ഇതിന്റെ ഫേവറേറ്റ് ആണ്. ഇതിന്റെ ഒരു ബോട്ടിൽ കഴിഞ്ഞിട്ട് ഞാൻ അടുത്തത് വാങ്ങിയതാണ്. ഇത് 5% നയാസിനമൈഡ് ഡെയിലി ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസർ ഫ്രം ദി ഡെർമാക്കോ. ആക്ച്വലി ഇത് നോർമൽ ടു ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണ്. എന്റെ സ്കിൻ ടൈപ്പ് അതാണ്. സോ ഈ ഡ്രൈ സ്കിന്നുകാർ ഈ സമ്മറിൽ കഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മോയ്സ്ചറൈസർ ഇട്ട് പുറത്തിറങ്ങിയാൽ ഈ സ്കിൻ ആകെ ഇങ്ങനെ ബളുബളുമായിട്ട് ഇങ്ങനെ നിൽക്കും. മോയ്സ്ചറൈസർ ഇടാതായി പോയാൽ സ്കിൻ ഇങ്ങനെ പരിപരിത്തിരിക്കും. സോ അങ്ങനത്തെവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി മോയ്സ്ചറൈസർ ആണ്. കാരണം ഇതിങ്ങനെ നമ്മളെ സാധാ ഡ്രൈ സ്കിന്നിന്റെ മോയ്സ്ചറൈസർ എങ്ങനെ ഭയങ്കര തിക്ക് കൺസിസ്റ്റൻസി അല്ലേ, ഇത് ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി, എന്നാൽ 24 അവർ ഹൈഡ്രേഷനും തരും. എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇത് ഡ്രൈ സ്കിന്നുകാരൊന്നും മിസ് ചെയ്യാതെ വാങ്ങിക്കോ. ഇതുവരെ ഞാൻ കാണിച്ചതൊക്കെ ഇതൊക്കെ ഓൾ സ്കിൻ ടൈപ്പിനുള്ളതാണ്. ആൻഡ് ഇത് മാത്രമാണ് ഡ്രൈ സ്കിന്നിനുള്ളത്. സോ അത്രയ്ക്കുള്ളൂ. പ്രൊഡക്റ്റിന് ലിങ്ക് വേണ്ടവർ പ്ലീസ് ഡു കമന്റ് ആൻഡ് സ്റ്റേ ഹൈഡ്രേറ്റഡ്, സ്റ്റേ ഹെൽത്തി.